നമസ്കാരം. മലനാടൻ വോയിസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ ഇന്നും യുദ്ധത്തിന്റെ നിഴലിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജനജീവിതം സ്തംഭിച്ച നിലയിലാണുള്ളത്. കൃത്യം ഒരാഴ്ച മുമ്പാണ് ഇസ്ലാം സംഘടനയായ ഹിസ്ബുള്ള ഇസ്രയേലിൽ വ്യോമാക്രമണം നടത്തിയത്. തുടർന്ന് ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ഹസൻ നാസറുള്ള ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. ഇസ്മയിൽ ഖനീഫയുടെയും കമാൻഡർ ഷേഖ്രിയുടെയും കൊലപാതകത്തിന്റെ തിരിച്ചടിയായാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഹസൻ നസറുള്ള വെളിപ്പെടുത്തി. ആക്രമണത്തിന്റെ ഒന്നാം ഘട്ടം മാത്രമാണിതെന്നും ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം കൃത്യമായി തിരിച്ചടിച്ച ഇസ്രയേൽ തെക്കൻ ലെബനനിലെ 6 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ മിന്നൽ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രസിഡന്റ് നെതന്യാഹു രാജ്യത്ത് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതേസമയം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഖത്തറിൽ വെച്ച് ഗാസയിലെ വെടിനിർത്തലിനെ കുറിച്ചുള്ള സമാധാന ചർച്ചകൾ നടക്കുകയായിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്നും ഉണ്ടായതുപോലുള്ള ആക്രമണങ്ങൾ ലെബനനിൽ നിന്നും ഹൂത്തികളിൽ നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യത ഇന്റലിജൻസ് ഏജൻസിയായ മസൂദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് നെതന്യാഹു ലെബനനും ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബനാനിൽ നിന്ന് നേരത്തെ ഇസ്രയേൽ ഒഴിപ്പിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് തിരിച്ച് വീടുകളിലേക്ക് പലായനം ചെയ്യുവാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല താൽക്കാലികമായി വെടിവെക്കൽ നിർത്തുവാനും തീരുമാനമായിട്ടുണ്ട്. 25 വർഷങ്ങൾക്കിപ്പുറം ഗാസയിൽ പോളിയോ പടർന്നു പിടിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇസ്രയേൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്. 10 വയസ്സിൽ താഴെ പ്രായം വരുന്ന 6.25 ലക്ഷത്തോളം കുട്ടികൾക്ക് പോളിയോ നൽകുക എന്നതാണ് ലക്ഷ്യം. ഗാസയിൽ ഇന്നലെ നടന്ന മുന്നേറ്റത്തിൽ ഇസ്രയേൽ ബന്ദികളുടേതെന്ന് കരുതപ്പെടുന്ന 6ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിനുള്ള തിരിച്ചടി ഇസ്രയേൽ എങ്ങനെ നൽകുമെന്ന് കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി മലനാടൻ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലനാടൻ വോയിസിന് വേണ്ടി അർച്ചന സുരേഷ്. നന്ദി, നമസ്കാരം.